പത്തനംതിട്ട എങ്ങനെ വരാം? പത്തനംതിട്ടയിൽ LDF ഇത്തവണ UDF കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നേക്കാം. പ്രത്യേകിച്ച് ആറന്മുള മണ്ഡലത്തിൽ. ആറന്മുളയിൽ വലിയ മത്സരമാണ്. അബിൻ വർക്കി നല്ല കാൻഡിഡേറ്റാണ്. പിന്നെ കുമ്മന രാജശേഖരനാണ് BJP നല്ല വോട്ട് പിടിക്കും. അപ്പോൾ അത് ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. വീണ ജോർജിന് ഇത്തവണ ഒട്ടും എളുപ്പമായിരിക്കും. കുമ്മനം കയറി പോരത്തില്ല അല്ലേ? കുമ്മനം ജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ കുമ്മനത്തെ നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല. പിന്നെ മറ്റ് മണ്ഡലങ്ങളൊക്കെ ഏറെക്കുറെ LDF തന്നെ ജയിക്കാം. ഇപ്പോൾ പഴകുളം മധു എന്നൊക്കെ പറഞ്ഞ സ്ഥാനാർത്ഥികളാണ്. അവിടെ പ്രമോദാണല്ലോ. പ്രമോദ് നാരായണൻ അവൻ 5 കൊല്ലം കൊണ്ട് അന്തരീക്ഷം ഉണ്ടാക്കി. പ്രമോദ് പഴയ മാർക്സിസ്റ്റാണ്. എൻ്റെ നാട്ടുകാരൻ. അപ്പോൾ പ്രസാദും പ്രമോദ് തൊട്ടടുത്ത. അപ്പോൾ പ്രമോദ് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പിന്നെ അടൂര്, കോന്നിയിലൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ അടൂർ UDF ചാൻസ് ഉണ്ട്. ശാന്തകുമാർ അത് എളുപ്പമല്ല. ഈ സംവരണ മണ്ഡലങ്ങളിൽ എപ്പോഴും LDF അടിസ്ഥാനവർഗം മാത്രമല്ല, അവർക്ക് കുറച്ചും കൂടി കാശ് ചെലവാക്കി നന്നായിട്ട് കണ്ടസ്റ്റൻ്റ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജയിക്കുന്നത്. ഇപ്പം മാവേലിക്കര സ്ഥിരമായിട്ട് എന്തുകൊണ്ടാണ് ജയിക്കുന്നത് വെച്ചാൽ മാവേലിക്കര സംവരണ മണ്ഡലമാണ്. ഇവരുടെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി പ്രസൻറ്റബിളാണ്. അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇലക്ഷൻ ഉണ്ടാക്കാം. മാവേലിക്കര കുറച്ച് നാളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് പണ്ടത്തെ ആൾക്കാരല്ല. അവിടെ സംവരണ മണ്ഡലം ആയതിനു ശേഷം ചെറുപ്പക്കാരെയാണ്. രാജേശ്വരൻ ചെറുപ്പക്കാരനെ അടുത്ത ടൈം കൊടുക്കാതെ തന്നെ വേറൊരു പയ്യനെ നിർത്തി. അവരൊക്കെ എപ്പോഴും മണ്ഡലത്തിലുണ്ട്. ഈ പിള്ളേരെല്ലാം എപ്പോഴും ഉത്സവത്തിനൊക്കെ അവിടെ ഇറങ്ങി നടക്കുന്നതാണ്. ഞാനൊക്കെ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ മണ്ഡലം മാവേലിക്കര. അതുപോലെയാണ് ചേലക്കരയിൽ പ്രദീപ്. പ്രദീപ്. അങ്ങനെ അതൊക്കെ CPM സാധിക്കും. അതെ.